ഹലോ, നമസ്കാരം ഗായ്സ്. ഇന്ന് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്ന് നല്ലൊരു ചീര വിളവെടുപ്പാണ്. ഏതൊരു സാധനം വിളവെടുക്കുമ്പോഴും ഏതൊരു പച്ചക്കറി വിളവെടുക്കുമ്പോഴും ഫസ്റ്റ് എനിക്ക് തോന്നും വീഡിയോ ഒന്ന് ചെയ്യണ്ടെന്ന് തോന്നും. പക്ഷേ പിന്നെ തോന്നും ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണം. കാരണം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ ചെറിയൊരു ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇനിയും ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിളവെടുക്കണം. ഒരു പച്ചമുളകാണെങ്കിലും നിങ്ങളെ കാണിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഉപകാരപ്പെടണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം. അല്ല വെറുതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യരുത്. കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ എന്തൊരു ആനന്ദമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഇത് ഒരു വട്ടം ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്കും ഷെയറും ഒന്നും വേണ്ട. നിങ്ങൾ ഒരു തൈ നട്ടാൽ എനിക്ക് വളരെ ഹാപ്പിയായി. അത്ര മാത്രമുള്ളൂ. ഇന്ന് ഞാൻ ഏകദേശം ഒരു 30-35 കെട്ട് ചീര പറിക്കാമെന്ന് കരുതി. നല്ല വലിപ്പം, നല്ല ചീരയാണ്. ഏകദേശം 22-25 ഒരു മാസത്തോളമായി നട്ടിട്ട്. ഏകദേശം നല്ല വലിപ്പമായി, നല്ല ഹൈറ്റായി. മൂപ്പൊന്നും ആയിട്ടില്ല. ഏകദേശം നല്ല ഇളയ ചീരയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, മുന്നും പറഞ്ഞ വീഡിയോ പോലെ നമ്മളെ പുല്ലൊക്കെ വെച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ പറിച്ച് നട്ട ചീരയാണ്. അതാണ് ഇത്ര ഗ്രോപ്പത്തിലെ ചീര. ഇതപ്പം നമുക്ക് പറിച്ച് വിൽക്കണം എന്ന് കരുതി, റോഡ് സൈഡിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് കരുതി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ പറിച്ച് വിറ്റിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ചീര കമ്മിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല വിൽപ്പന നടത്തിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ഇനി പറിച്ചിട്ട് ഇതിന് രണ്ടാമത് ചീര നടണമെന്ന് കരുതുന്നുണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ള ചീര, നല്ല ഇളയ ചീരയാണ്. ഞാൻ മക്കളെ പോലെ നോക്കി കാണാണ് ഇതിങ്ങനെ ആക്കി. പുയ്ക്കുത്ത് വരുമ്പോൾ അത് ഇല പറിച്ചിട്ടിട്ടും എന്നും 2-3 നേരം ഒരു ദിവസം നോക്കിയിട്ടും ആണ് ഇങ്ങനെ വലുതായത്. ഏകദേശം ഒരു കെട്ട് 30 രൂപക്കാണ് വിൽക്കുന്നത്. 30 രൂപക്ക് ഏകദേശം എല്ലാം പറിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി ഇത് കേക്ക് കെട്ടാക്കണം എന്ന് കരുതി. നല്ലൊരു വരുമാനമുള്ള നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു കൃഷിയാണ് ചീര കൃഷി. കാരണം വേഗം ചൂടപ്പം പോലെ വിറ്റയക്കുകയും ചെയ്യാം. ഒരു മാസം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യാം. യാതൊരു പ്രശ്നങ്ങളുമില്ല, യാതൊരു കീടങ്ങളെ അറ്റാക്കുമില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ കീടങ്ങളെ അറ്റാക്ക് ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ നട്ട് കഴിഞ്ഞ് പിന്നെ ഇത് പുയ്ക്കുത്ത് വന്നെന്ന് പറയാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ദിവസം 2-3 നേരമൊക്കെ ശ്രദ്ധിക്കണം, എന്നാലേ കറക്റ്റായിരിക്കുകയുള്ളൂ. നല്ലൊരു ബിസിനസ്സാണ് ചീര ബിസിനസ്. ഇന്ന് ഞാൻ ഏകദേശം പറിച്ചു. ഏകദേശം ഫുള്ള് ചിലവായി കഴിഞ്ഞ് വന്ന പിന്നെ ഈ വീഡിയോ ഇടുന്നത്. ഏകദേശം ഫുള്ള് കൊണ്ട് കാരക്കുന്നാണ് വിറ്റിരുന്നത്. അവിടെ കൊണ്ട് വെച്ചൊരു 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഫുള്ള് കാലിയായി. പിന്നെ എനിക്ക് ചീര കൊടുക്കാൻ ഇല്ല. ഏകദേശം ഫുള്ള് വിറ്റു. ഏകദേശം ഫുള്ള് കാലിയായി. പിന്നെ ആൾക്കാർ ചോദിച്ചു ചീര കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഇനി നല്ലതുപോലെ കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനിയും നല്ലതുപോലെ കൂടുതൽ ചീര തന്നെ ചെയ്യണം എന്ന് കരുതുന്നു. കാരണം എനിക്ക് പിന്നെ വേറൊരിതുണ്ട്, നല്ല യാതൊരു കെമിക്കലും കാര്യങ്ങളും അടിക്കാതെ തന്നെ എനിക്ക് വിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബിസിനസ്സായി അല്ല എടുത്തത്. കാരണം ഒരു ലഹരിയാണ് എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ. എനിക്കൊരു ലഹരിയാണ്. ഇതൊരു ബിസിനസ്സും കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി, നമ്മൾ അയൽവക്കക്കാർക്ക് കൊടുത്തതിൻ്റെ ബാക്കി മാത്രമാണ് വിൽപ്പന നടത്തുക. അത്ര മാത്രമുള്ളൂ. അപ്പോൾ ഏകദേശം വണ്ടിമേ വിൽക്കുകയാണ്. ഏകദേശം വിൽക്കണ ഇതാണ്. ഞാൻ വിറ്റ് കഴിഞ്ഞാലാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാം കാലിയായി. ഓക്കെ, എന്നാൽ നമസ്കാരം. ഓക്കെ സാർ.